നിലകൊള്ളുന്ന കേരളത്തിലെ പുരാതനവും ചരിത്ര പ്രാധാന്യവുമുള്ളതുമായ ഒരു ക്ഷേത്രമാണ് തൃശ്ശൂർ ജില്ലയിലെ വില്വാദ്രിനാഥന്റെ തിരുവല്ലാമല ക്ഷേത്രം. വില്ലും അഥവാ കൂവളത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വില്വാദ്രി മലയുടെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വില്വാദ്രിനാഥ ക്ഷേത്രത്തിന് പ്രകൃതി നൽകുന്ന മനോഹാരിത ചെറുതൊന്നുമല്ല. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ശ്രീരാമ ലക്ഷ്മണ സങ്കല്പമുള്ള വിഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിൽ പൂജിക്കുന്നു എന്നതാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തന്മാരെ ആകർഷിക്കുവാനുള്ള ഒരു കാരണം. ഈ ക്ഷേത്രത്തിന്റെ താഴെ മലയ്ക്കടിയിൽ ഒരു വില്വാമരമുണ്ടെന്നും അതിലെ പുഷ്പങ്ങൾക്ക് സ്വർണ്ണവർണ്ണമാണെന്നും പറയപ്പെടുന്നു. ആ പുഷ്പങ്ങൾ ഭക്ഷിച്ചാൽ ജരാനരകൾ അകന്നു പോവുമെന്നുമാണ് വിശ്വാസം. കശ്യപ മഹർഷിയുടെ പുത്രൻ ആമലക മഹർഷി സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തിയ പുണ്യഭൂമിയാണിവിടം. പ്രത്യക്ഷപ്പെട്ട ഭഗവാനോട് കലിയുഗത്തിൽ ഭക്തന്മാർക്ക് ദർശനം നൽകുന്നതിനായി ഇവിടെ വസിക്കണമെന്ന് മഹർഷി ആവശ്യപ്പെടുകയും പിന്നീട് ഭഗവാൻ സ്വയംഭുവായി ഇവിടെ പ്രതിഷ്ഠിതനായി എന്നതാണ് ഐതിഹ്യം. സാക്ഷാൽ പരശുരാമന് പരമശിവൻ നൽകിയ വിഷ്ണു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കുകയും കാലപ്പഴക്കത്തിൽ ലക്ഷ്മണ സങ്കല്പമായി ഈ വിഗ്രഹം പൂജിച്ചു വരികയുമാണ് ചെയ്യുന്നത്. തിരുവല്ലാമല ക്ഷേത്രത്തിൽ ആദ്യം പ്രതിഷ്ഠിച്ചത് ഈ ദക്ഷിണ ഗോപുരത്തിലുള്ള വിഗ്രഹമായിരുന്നു. ഈ ക്ഷേത്രത്തിലെ ഗോപുരങ്ങൾ നിരവധി തവണ അഗ്നിബാധയ്ക്ക് ഇരയായി അതിൽ ആകുലരായ ഭക്തർ ദേവപ്രശ്നം നടത്തുകയും ഹനുമാൻ സാന്നിധ്യം ഇല്ലാത്തതാണ് ഇതിന് കാരണമെന്നും ഈ പ്രശ്നവേദിയിൽ തെളിയുകയും ചെയ്തു. അതിനാൽ ഈ ക്ഷേത്രത്തിന്റെ അഗ്നികോണിൽ തന്നെ ഹനുമാൻ പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ക്ഷേത്രത്തിന്റെ ഉപദേവതകളായി കുണ്ടിൽ അയ്യപ്പ ക്ഷേത്രം എന്ന പേരിൽ ശ്രീധർമ്മശാസ്താവും ആമലക മഹർഷി തപസ്സു ചെയ്ത സ്ഥലത്ത് സരസ്വതി സാന്നിധ്യം ഉണ്ട് എന്നതുമാണ് വിശ്വാസം. അഭിഷ്ടകാര്യ സിദ്ധിക്കായി ഭക്തർ സരസ്വതി കുണ്ടിൽ കല്ലുകൾ അടുക്കുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ്. പരമ്പരയുടെ പിൻഗാമികളിൽ ചിലർ ഇന്നും ഇവിടെ രാമനാമ ജപങ്ങളുമായി ജീവിക്കുന്നു. അത്തരത്തിലുള്ള ഒരു രാമഭക്തനാണ് മധുചന്ദസ് എന്ന പേരിലുള്ള ഇദ്ദേഹം. ഒരു ഐതിഹ്യത്തിൽ അഗസ്ത്യ മഹർഷിയുടെ പർണശാല മഹർഷിമാരന്ന് ഒരുപാടുകൾ താമസിച്ചിരുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വന്ന് ആ പടിഞ്ഞാറിൽ നിന്ന് ഇരുന്നതാണ് സ്വയംഭൂ. ഭാരതപ്പുഴയുടെയും ഗായത്രി പുഴയുടെയും നടുവിൽ സ്ഥിതി ചെയ്യുന്ന വില്വാദ്രി മലയും ഈ ക്ഷേത്ര സമുച്ചയവും പ്രകൃതി രമണീയമായ ഇവിടുത്തെ ഗ്രാമഭംഗിയും മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവന വളരെ വലുതാണ്. കവി പി കുഞ്ഞുരാമൻ നായർക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത താമരത്തോണി എന്ന കവിതാ സമാഹാരത്തിലെ വരികളിൽ പലതും വിരിഞ്ഞത് ഈ ക്ഷേത്രാങ്കണത്തിലെ ആൽമര ചുവട്ടിലായിരുന്നു. ഇതുകൂടാതെ കുഞ്ചൻ നമ്പ്യാറും ഗദ്യകുഞ്ചൻ എന്നറിയപ്പെടുന്ന VKN മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകളിൽ പലതും ഉതിർന്നത് ഇവിടെ നിന്നായിരുന്നു. മനോഹാരിതയാലും ആധ്യാത്മിക പുണ്യം ചൊരിയുന്ന വില്വാദ്രിനാഥന്റെ സാന്നിധ്യം കൊണ്ടും അനുഗ്രഹീതമായ ഈ പ്രദേശം ജീവിത വഴിയിലൂടെ യാത്രാനുഭൂതി തേടുന്ന ഓരോ യാത്രികന്റെയും സ്വപ്നഭൂമിയാണ്.
കർക്കിടക പുണ്യം പരത്തുന്ന മറ്റൊരു യാത്രാനുഭവം പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ പ്രയാണം ഇവിടെ നിർത്തട്ടെ.